ായിരിക്കുന്നല്ലോ ഇച്ചാമരോ എന്ന മകൾ മതിലകത്ത് കിട്ടുണ്ണി വാരികരുടെ കളരിയോടെ നിറഞ്ഞെന്ന് വേണ്ടുന്ന അക്ഷരാവിദ്യകളെ പഠിച്ചു ദേശികളൊരു മകൾ അംഗക്കളരിയോടെ കടന്നു ചെന്നു കച്ച കെട്ടുവാനും കച്ച മുറുക്കുവാനും കളരിയിൽ തിരികളിക്കുവാനുമുള്ള വേണ്ടുന്ന അഭ്യാസമുറകളൊക്കെ പഠിച്ചു. താങ്കരഞ്ഞിനാഥയുടെ തറവാടായിരിക്കുന്ന ചന്ദ്രാഭിന്നി എന്ന ദേശത്ത് അയിലൂര് കൊട്ടാരം നോക്കി വഴിയാറ് വഴി പോരുമ്പോ മകനായിരിക്കുന്ന കൊട്ടാരത്തിന്റെ അകത്തളത്തോടെ കടക്കുമ്പോ വെച്ചിന മാതാവ് ചോദിച്ചിട മോനയിച്ചവരോ നീയായിരിക്കുന്നല്ലോ ആശാന്റെ കളരിയോടെ പോയിട്ട് വെണ്ണമുള്ള അക്ഷരാഭിക്ഷകളെ പഠിച്ചു തേരേറി കഴിഞ്ഞു മകന് വെണ്ണമുള്ള കളരി അഭ്യാസങ്ങളൊക്കെ പഠിച്ചു തേരേറി തെളിഞ്ഞ മകന് എന്ന് തമ്പുരാട്ടി മാതാവ് മകനോട് ചോദിക്കുമ്പോ മകനായിരിക്കുന്നു കളരിയിൽ നിന്ന് അവൻ പഠിച്ചുറച്ചുള്ള സേവാചരാവിദ്യകളൊക്കെ അഭ്യാസമുറകളൊക്കെ നല്ല അച്ഛനെയും നല്ലമ്മയോടും പറഞ്ഞു മകനായിരിക്കുന്നു വൈരൂര് കൊട്ടാരത്തിൽ അരയിരിക്കുന്നു നേരത്ത് കാലങ്ങളെ വർഷങ്ങളെ കഴിയുമ്പോ ഇറ്റാമൊരു മകനായിരിക്കുന്നല്ലോ 19 ഇളം വയസ്സേ കാലങ്ങളെ തികയുന്നു. അന്നേരമായിരിക്കുന്നു വലിയ തമ്പുരാൻ നല്ല ഇച്ചാമൊരു മകനോട് പറഞ്ഞു, അല്ലയോ എന്റെ ഇച്ചാമരോ, നമ്മളുടെ പണിയില്ലാത്തായിരിക്കുന്നു മകനെ മേലസ്ഥാനം കൈവണങ്ങേണം എന്നുള്ള ഒരു ചടങ്ങ് കിടപ്പുണ്ടടാ. ആയതിനാൽ നീയായിരിക്കുന്നു ഇച്ചാമരോ തിരിഞ്ഞാലക്കുടയിലെ കൂടൽ മാണിക്കം വരേരുന്നു വഴി പോകണം മകനെ മേലസ്ഥാനങ്ങളെ കൈവണങ്ങേണമെന്നവരുടെ ചെയ്യുമ്പോ ഇച്ചാമരോ എന്ന മകനായിരിക്കുന്നല്ലോ. നാലല്ലോ ചങ്ങാതിമാരെ വിളിക്കുന്നു. നേന്ത്രവാഴക്കുലകളെ കദളവാഴക്കുലകളെ പപ്പടക്കെട്ട് പായസം പഞ്ചസാരകളൊക്കെ നേർച്ചകളായിട്ട് വലിയ തമ്പുരാക്കന്മാർക്കും ചെറിയ തമ്പുരാക്കന്മാർക്ക് 101 കെട്ടും കിടശീല സമ്മാനങ്ങളും ചെറിയ തമ്പുരാന് 72 കെട്ടും കിടശീല സമ്മാനങ്ങളും കൊടുക്കണമെന്നു നിലന്നു. ഈ വേണ്ടുന്ന കെട്ടും കിടശീല സമ്മാനങ്ങളൊക്കെ എടുത്തു. നാലല്ലോ ചങ്ങാതിമാരോട് നോക്കൂ ഇച്ചാമരോ എന്നവകൾ ഇരിഞ്ഞാലക്കുടയിൽ ശ്രീകൂടൻ മാണിക്യം നോക്കി വഴിയാലെ വഴി പോരുമ്പോ മകനായിരിക്കുന്നു അയിലൂര് കൊട്ടാരത്തിന്റെ പൊന്നമ്പോർ പടികളും കടന്നു. ചന്ദ്രാഭിന്നി എന്ന കരയും കരപ്പുറം കടന്നു. 3 വീടുക എന്ന ദേശവും കടന്നു. അവിടെ നിന്ന് മേലെ കുറുകനെ കിഴക്കോട്ട് കടക്കുമ്പോ പൊന്തുരുത്ത് കടവും കടന്നു. കാക്കാതുരത്തം കടന്നു. കക്കട പള്ളി കടക്കുന്നു. കക്കടത്തോടെ കടന്നു മകൻ. പൂച്ചക്കുടം കടക്കുമ്പോ ചേരൂർ കാവിലെയമ്മ ദേവിയേറുന്നത് വന്ദന കഴിഞ്ഞു മകൾ. അവിടെ നിന്നും വഴിയാണ് വഴി നടന്നു. പെരുവില്ലാവാടത്തോടെ ചെല്ലുമ്പോ ഇരിഞ്ഞാലക്കുട വലിയ കോഴിക്കല് തമ്പുരാനെ എടുത്തു ചെന്നു മകൻ. തമ്പുരാനോട് പറഞ്ഞു, അല്ലയോ എന്റെ തമ്പുരാനെ, ഞാനായിരിക്കുന്നല്ലോ ചന്ദ്രാഭിന്നി എന്ന ദേശത്ത് അയിലൂര് സ്വരൂപം കൊട്ടാരത്തിൽ നിന്ന് വഴി പോരുന്നു. ഇച്ചാമരോ എന്ന് എന്റെ തിരുനാമം പേര് എനിക്ക് എന്റെ മണിയില്ലത്ത്
മേലസ്ഥാനങ്ങളെ കൈവണങ്ങേണം തമ്പുരാനെന്ന് അരുളിയുമ്പോൾ തമ്പുരാക്കന്മാർക്ക് കൊടുക്കുവാനുള്ള നേർച്ചകളും വഴിപാടുകളൊക്കെ തമ്പുരാക്കന്മാരുടെ തിരുമുമ്പാകെ കൊണ്ട് കാഴ്ചവെക്കുന്നു. മകനും വലിയ തമ്പുരാനായിരിക്കുന്നു. 101 പണം കൊടുക്കുന്നു. ചെറിയ തമ്പുരാനായിരിക്കുന്നല്ലോ 72 പണങ്ങളും കൊടുക്കുമ്പോ തമ്പുരാക്കന്മാരോട് പറഞ്ഞു, മേനകസ്ഥാനം എനിക്ക് കൈവണങ്ങേണം തമ്പുരാനെ എന്ന് അരുളിയുന്നു. മാണിക്യത്തിന് മേൽക്കോയ്മ തമ്പുരാക്കന്മാര് മകന് ചെമ്പോലയെടുക്കുന്നു. ചെമ്പോലയിലെ എഴുതാളിയാളെ എഴുതീർക്കുന്നു. നീയായിരിക്കുന്നു മകനെ ചന്ദ്രാഭിന്നി എന്ന ദേശത്ത് അയലൂർ കൊട്ടാരത്തിൽ കണി വളരുന്ന ഇച്ചാമുരുമേനകൻ തമ്പുരാനെന്നുള്ള തിരുനാമ പേരോടെ കേൾക്കണമെന്ന് മേനകസ്ഥാനം കൈവണങ്ങുമ്പോ നാടല്ലോ ചങ്ങാതിമാരോടുമൊത്തു മേനകസ്ഥാനം കൈവണങ്ങി മകനായിരിക്കുന്നല്ല വൈദൂര കൊട്ടാരത്തോടെ കടന്നു ചെല്ലുമ്പോ പെറ്റിന മാതാവ് പറഞ്ഞു, അല്ലയോ എന്റെ ഇച്ചാമരോ മകനെ, നിനക്കായിരിക്കുന്നടാ മേനകസ്ഥാനം കിട്ടി എന്ന് പറയണമെന്ന് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ദേശത്തുള്ള പാടവെ കൊണ്ടുവന്ന് പാട്ടുതി കൊട്ടിച്ച് നാലല്ലോ ദേശത്തുള്ള മഹാജനങ്ങളെയൊക്കെ അറിവ് കൂട്ടണം ഇച്ചാമരോ എന്നിങ്ങനെ ചെയ്യുമ്പോ മകൾ ദേശത്തുള്ള പാടനെ കൊണ്ടുവന്നു പാൽതുടി കൊട്ടിച്ചു. മകനായിരിക്കുന്നു ചന്ദ്രാഭിന്നിദേശത്തുള്ള വേണ്ടുന്ന മഹാജനങ്ങളെ പാടനെ കൊണ്ടുവന്നു. അതുകൂട്ടുമ്പോൾ മകനായിരിക്കുന്നല്ലോ മേനകസ്ഥാനങ്ങളിൽ കൈവണങ്ങി പാത്തും വളർന്നതായിരിക്കുന്നല്ലോ അയലൂര് കൊട്ടാരത്തിൽ അടി വളരുന്നവനാണ്. പതിനെട്ടിലും മലവാളും ദൈവങ്ങളും കേൾക്കാം. അല്ലയോ മാതാവേ, ഇനി നീതിക്ക് കൊണ്ടൊന്നും മതിയായ പോരാ. എല്ലാവരും കൊട്ടാരമോ ഒരു മനപ്പാട് കാത്തു കെട്ടിക്കണം. സംഗതി കെട്ടിപ്പാനും തറവാട് കാത്തുവാനും കാത്തുവാനും കൊള്ളാത്തവരുള്ളിപ്പിക്കാനും ഒഴിയാത്ത മാട്ടുമാനങ്ങളൊക്കെ ഒഴിപ്പിക്കുവാനൊക്കെ മലയാളം വിട്ടുമായിട്ട് പല ദേശത്ത് പോകണം. 4 മണപതി മന്ത്രവാസം പഠിക്കണം എന്നതിനെ കേട്ടപ്പോ വെച്ചില മാതാവ് പറഞ്ഞു, മോനെ മന്ത്രവാസം നമുക്കഴകില്ല. ഇതാണല്ലോ നമ്മൾക്ക് മന്ത്രവാസം അഴകില്ലല്ലോ. നമ്മുടെ തറവാട്ടിലാരും മന്ത്രവാസം പഠിച്ചവരില്ലല്ലോ. ഇതാണല്ലോ അപ്പൊ പറഞ്ഞു, മകൻ ഇതൊന്നും പറഞ്ഞാൽ അഴകും ഭംഗിയല്ല മാതാവേ. ഞാനൊന്ന് മന്ത്രവാസം പഠിക്കാതിരിക്കില്ല, പരദേശത്ത് പോകാതിരിക്കില്ല എന്ന് അച്ഛനോടും അമ്മയോടും സത്യം ചെയ്യുമ്പോ മാതാവ് പറഞ്ഞു, അയ്യോ എന്റെ മകനെ, എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്നും പറഞ്ഞു. മകനോട് പറയുമ്പോ മകൻ കൂടി വ്യാപാരം കഴിഞ്ഞു. ഏതെങ്കിലും ചില പൊന്മണം എടുക്കുന്നു. സങ്കടത്തിൽ വെച്ച് മുറിക്കെടുത്തു ദ്രാക്ഷമാരും വെച്ചു. പരദേശത്ത് പോകുവാനുള്ള ഏതെങ്കിലും ചില പൊന്നും പൊന്മണം വെച്ചു. അച്ഛനോടും അമ്മയോടും
അഴിവയാതനും വെളിവഴങ്ങി ഇതാമൃണ മന്ത്രവാസം പഠിക്കുവാനായി അയ്യോട് കൊട്ടാരം ഒരുമണപ്പാടിന്റെ വഴി കടന്നു പോരുന്നു കണ്ണായി വന്നവരെ വന്ന കഴിഞ്ഞു പോരുന്നു 3 വീതികൾ മുഴുവൻ കിഴക്കോട്ട് നടക്കുന്നു അങ്ങനെ അവിടെ നിന്നായിരിക്കുന്നു മകനായിരിക്കുന്നു. മന്ത്രവാസം പഠിക്കുവാൻ വഴിയോടുന്നപ്പോ